നമസ്കാരം. 6 മാസം മുമ്പ് ഇറാനെ കീഴടക്കാൻ ഇറങ്ങിയ അമേരിക്ക ഇന്ന് ഇറാൻ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ തലയൂരാം എന്ന ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു. അമേരിക്കൻ സൈനിക മേധാവി ഡാൻ കെയ്ൻ തന്നെ യുദ്ധത്തിന് പര്യവസാനം തേടുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ട്രംപിന് മുന്നിൽ ഇനി എന്താണ് വഴി? നിലവിൽ യുദ്ധം തുടരുക അസാധ്യമാണ് എന്ന സൈനിക ജനറലിന്റെ നിലപാട് CNN റിപ്പോർട്ട് ചെയ്തത് US എത്തപ്പെട്ട ഗതികെട്ട അവസ്ഥയെ വെളിവാക്കുന്നു. ട്രംപും US ഇതോടെ 5 വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഡാൻ കെയ്നിന്റെ ലക്ഷ്യം എന്താണ്? അമേരിക്ക ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും? CNN റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. അമേരിക്ക ഇറാൻ യുദ്ധം 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ വാഷിംഗ്ടണിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും? ഇറാനെ സൈനികമായി തകർത്തുകൊണ്ട് കീഴടക്കാൻ കഴിയുമോ? അതോ അമേരിക്ക തന്നെ ഒരു വിനാശകാരിയായ യുദ്ധത്തിൽ നിന്ന് മാന്യമായി പിന്മാറാനുള്ള വഴി തേടുകയാണോ? ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടാമത്തെ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതൊരു ചെറിയ റിപ്പോർട്ടല്ല, വാർത്തയല്ല. യുദ്ധം ജയിക്കാനുള്ള മാർഗം അന്വേഷിക്കുന്നതിൽ നിന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം തേടുന്നതിലേക്ക് ആണ് ചർച്ച മാറുന്നത് എങ്കിൽ ലോകത്തിന് ആശ്വാസകരമായതും US സംബന്ധിച്ച് തന്ത്രപരമായതുമായ മാറ്റമാണ്. അമേരിക്കൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ, CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ് തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി യുദ്ധത്തിന്റെ സൈനിക സാഹചര്യങ്ങളെക്കുറിച്ച് നടത്തിയ ചർച്ചയിൽ ഞെട്ടിക്കുന്ന നിഗമനങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഡാൻ കെയ്ൻ നിലവിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നും ഇനിയും യുദ്ധത്തിലേക്ക് എടുത്തുചാടിയാൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തം അമേരിക്ക നേരിടേണ്ടി വരും എന്നുമാണ് അറിയിച്ചത്. CNN റിപ്പോർട്ട് പ്രകാരം US അസാധാരണ സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് ഡാൻ കെയ്ൻ ഓർമ്മപ്പെടുന്നു. US ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാനാണ് ഡാൻ കെയ്ൻ. ഡാൻ കെയ്ൻ ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ച പ്രധാന കാര്യങ്ങളായി CNN റിപ്പോർട്ട് ചെയ്തത് ഇതാണ്: സംഘർഷം മൂർച്ഛിച്ചാൽ നിലവിലെ സൈനിക നടപടികളിൽ തിരിച്ചടി നേരിടേണ്ടി വരും. വ്യോമാക്രമണം കൊണ്ട് മാത്രം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക സാധ്യമല്ല. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള വഴി അമേരിക്ക അടിയന്തരമായി തേടണം. ഡാൻ കെയ്ൻ മാത്രമല്ല, ഉന്നതതല സൈനിക ഉദ്യോഗസ്ഥരിൽ പലരും യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ് എന്ന നിഗമനത്തിലാണത്രേ എത്തിയത്. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച് കൂടിയാലോചനകൾക്കായി ട്രംപുമായി ഉന്നത ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് സൈനിക മേധാവി ഭരണകൂടത്തിലെ പ്രധാനികളെ കാര്യം ബോധ്യപ്പെടുത്തിയത്. യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള പൊതു അഭിപ്രായം രൂപപ്പെടുത്താനും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ ശ്രമിച്ചതായാണ് CNN റിപ്പോർട്ട്. ഇതേസമയം യുദ്ധത്തിൽ അടുത്ത ഘട്ടം ഇനി കരസേനയെ ഇറാനിലേക്ക് അയക്കുക എന്നത് മാത്രമാണ് US സംബന്ധിച്ച് ജയം ഉടൻ നേടിയെടുക്കാൻ. എന്നാൽ ട്രംപിന് അതിനോട് എതിർപ്പുണ്ട്. ഇറാനിലേക്ക് US കരസേന ഇറങ്ങിയാൽ അത് വലിയ കുരുക്കിൽ അമേരിക്ക അകപ്പെടുന്നതിന് തുല്യമാകും എന്നും അതിൽ നിന്ന് ഊരി പുറത്തു വരിക എളുപ്പമല്ല എന്നും ട്രംപിനും അറിയാം. അനിശ്ചിതമായി യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യം രൂപപ്പെടും. വ്യോമാക്രമണത്തിലൂടെ ലക്ഷ്യം നേടുക എന്ന നിലപാടിൽ ട്രംപ് അതുകൊണ്ട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇറാനെ ആണവ ആയുധ നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ട്രംപ് ഇറങ്ങി പുറപ്പെട്ടിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ലക്ഷ്യത്തിന്റെ 7 അയലത്ത് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ ട്രാജഡി. അതിനിടെയാണ് നിലവിൽ സൈനിക പരിഹാരം സാധ്യമല്ല എന്ന തിരിച്ചറിവിലേക്ക് ട്രംപിന്റെ ഏറ്റവും മുതിർന്ന സൈനിക ജനറൽ തന്നെ എത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. US കടുത്ത ആയുധക്ഷാമം നേരിടുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ആ കുരുക്കിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ചർച്ചകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് CNN പുറത്തുവിട്ടത്. US വ്യോമ പ്രതിരോധ സംവിധാനത്തിലുള്ള കുറവ് സംബന്ധിച്ചും കെയ്നിന്റെ കൂടിക്കാഴ്ചകളിൽ ചർച്ച ഉയർന്നിട്ടുണ്ട് എന്നാണ് സൂചന. അമേരിക്കയ്ക്ക് പെട്ടെന്ന് തന്നെ പിന്മാറേണ്ടി വരും എന്ന നിഗമനത്തിലേക്ക് എങ്ങനെയാണ് ഡാൻ കെയ്ൻ എത്തിയത്? എന്താണ് സാഹചര്യം? US സംബന്ധിച്ച് രൂപപ്പെട്ട 5 സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. ആയുധശേഖരം സമ്മർദ്ദത്തിലാക്കുന്നു. പുനർനിർമ്മാണം ഉടൻ സാധ്യമല്ല. അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ സൈനിക പ്രശ്നം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക വൻതോതിൽ ദീർഘദൂര മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചു. നേരത്തെ ഉദ്ധരിച്ച കണക്കുകൾ പ്രകാരം അമേരിക്കൻ ആയുധശേഖരത്തിൽ വലിയ കുറവ് ഉണ്ടായി. വലിയ തോതിലുള്ള ആയുധങ്ങളുടെ കുറവുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് പരിശോധിച്ചതാണ്. അത് വെറും ഇറാൻ യുദ്ധത്തിന്റെ മാത്രം പ്രശ്നമല്ല. അമേരിക്കയ്ക്ക് ഒരേ സമയം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സൈനിക തയ്യാറെടുപ്പ് നിലനിർത്തണം. യുക്രൈൻ യുദ്ധം സമാന്തരമായി നടക്കുന്നു. ചൈന തായ്വാൻ സംഘർഷം ഒരു ഭാഗത്ത്. മിഡിൽ ഈസ്റ്റിൽ നിരവധി സൈനിക താവളങ്ങൾ സംരക്ഷിക്കണം. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു ചോദ്യം അമേരിക്കൻ സൈനിക നേതാക്കളുടെ മുന്നിലുണ്ട്: ഇറാനെതിരെ ആയുധശേഖരം തുടർച്ചയായി ചെലവഴിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത പ്രതിസന്ധി രൂപപ്പെട്ടാൽ അമേരിക്ക എന്തു ചെയ്യും? അതിലും പ്രധാനപ്പെട്ടത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് അതേ വേഗത്തിൽ പുനർനിർമ്മിക്കാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ട് യുദ്ധം നീണ്ടു നിൽക്കുന്നത് സൈനികമായി കൂടുതൽ ചെലവേറിയ തീരുമാനമാകും. ഇനി രണ്ടാമത്തേത്, ഇറാൻ പിന്മാറാത്ത സാഹചര്യം. സൈനിക ശേഷിയും രാഷ്ട്രീയ മനസ്ഥൈര്യവും അവർ നിലവിൽ തുടരുകയാണ്. അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ അവർ പെട്ടെന്ന് കീഴടങ്ങിയില്ല. വാഷിംഗ്ടണിലെ ഏറ്റവും വലിയ കണക്കുകൂട്ടലിന്റെ പ്രതിസന്ധി അവിടെയാണ് ഉണ്ടായത്. അമേരിക്കയുടെ ലക്ഷ്യം സൈനിക സമ്മർദ്ദത്തിലൂടെ ചർച്ചാ മേശയിലേക്ക് ഇറാനെ കൊണ്ടുവരിക എന്നതായിരുന്നു, അങ്ങനെ കീഴടക്കുക എന്നതായിരുന്നു. എന്നാൽ അതിലേക്ക് അവർ എത്തിയില്ല. ചർച്ചയിലേക്ക് ഇറാനെ നിർബന്ധിച്ചാലും അവർ ഡിമാൻഡ്
ഡിമാൻഡ് ഇങ്ങോട്ട് വെക്കുകയാണ്. യുദ്ധം അമേരിക്കയെ ചർച്ചയിലേക്ക് എത്തപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. ഇറാൻ ഇപ്പോഴും തന്ത്രപരമായ കാർഡുകൾ കൈവശം വെച്ച് അത് ഇറക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമുസ് തന്നെയാണ്. ലോകത്തിന്റെ ഊർജ്ജ വിതരണത്തിന് അത്യന്തം പ്രധാനപ്പെട്ട ഈ കടൽപാതയിലെ പ്രതിസന്ധി നീണ്ടാൽ എണ്ണവിലയും ഗതാഗത ചെലവും ആഗോള വിതരണ ശൃംഖലകളും കുഴപ്പത്തിലാകും. ഇറാൻ ഈ വിഷയത്തെ ഒരു സൈനിക ആയുധം എന്ന നിലയിൽ, യുദ്ധത്തിലെ ഒരു ആയുധം എന്ന നിലയിൽ കാണുന്നുണ്ട്, ഒരു നയതന്ത്ര പരിഹാരത്തിനുള്ള മാർഗമായിട്ട്. ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഒമാന്റെ മധ്യസ്ഥതയിൽ ഹോർമുസുമായി ബന്ധപ്പെട്ട ധാരണകൾ മുന്നിലുണ്ട്. അമേരിക്ക ആ ചർച്ചയിലേക്ക് ഇറാൻ എത്തും എന്നുള്ള പ്രതീക്ഷയിലുമാണ്. അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുപോകാം, അല്ലാതെ ഭീഷണിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, യുദ്ധത്തിലൂടെ പരിഹാരം സാധ്യമല്ല എന്ന് അമേരിക്കയ്ക്കും ബോധ്യമുണ്ട്. മൂന്നാമത്തേത്, അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയം. ട്രംപിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. ട്രംപ് യുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ ജനങ്ങളോട് നൽകിയ രാഷ്ട്രീയ സന്ദേശം വ്യക്തമായിരുന്നു: വേഗത്തിൽ റിസൾട്ട് ഉണ്ടാകും. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും യുദ്ധത്തിന് സ്ഥിരമായ പരിഹാരമുണ്ടായിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ ചോദ്യം ഇതാണ്: ഇതിൻ്റെ പരിസമാപ്തി എന്താണ്? യുദ്ധത്തിൻ്റെ ചെലവ് അമേരിക്കയിൽ ഉയർത്തപ്പെടുന്ന തൊഴിൽപരമായ, സാമ്പത്തികമായ, രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന സാഹചര്യം, അതിനൊപ്പം ആയുധശേഖരത്തിലെ കുറവ്, ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലെ പ്രതിസന്ധി, എണ്ണ സമ്മർദ്ദം, പണപ്പെരുപ്പം, ഇവയെല്ലാം ഒരുമിച്ചെത്തുമ്പോൾ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ യുദ്ധത്തിൻ്റെ സാഹചര്യം ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത ഇടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിൻ്റെ വരുന്ന നാളുകളിൽ നിലനിൽപ്പിന് പ്രധാനപ്പെട്ട കാര്യമാണ്. ബുദ്ധിപരമായ രാഷ്ട്രീയ നീക്കം എന്നത് യുദ്ധം അവസാനിപ്പിച്ച് അതിനെ നയതന്ത്ര വിജയമായി അവതരിപ്പിക്കുക എന്നതാണ്. അതാണ് ട്രംപിനെ സംബന്ധിച്ച് സമ്മർദ്ദമായി രൂപപ്പെട്ട മറ്റൊരു കാര്യം. നാലാമത്തേത്, ഗൾഫ് രാജ്യങ്ങളുടെ ഭയം. അമേരിക്കൻ താവളങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ള പ്രത്യേക സാഹചര്യം. കാരണം ഈ യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം മാത്രമല്ല, അമേരിക്കൻ വ്യോമത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന GCC രാജ്യങ്ങളിലെ വ്യോമത്താവളങ്ങളിലേക്കുള്ള ഇറാൻ്റെ തിരിച്ചടികൾ GCC രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റൈൻ, വിവിധ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജോർദാനിലടക്കം ഉണ്ടാക്കിയ തിരിച്ചടി നമ്മൾ എന്താണെന്ന് നേരത്തെ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾക്ക് ഉള്ള ഭയം, കാരണം സമാന്തരമായി അമേരിക്കയ്ക്ക് ആയുധശേഷി കുറയുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. ഇറാൻ തിരിച്ചടിക്കുമ്പോൾ തിരിച്ചടിക്കാൻ തങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട അമേരിക്ക അവരുടെ സുരക്ഷാ സംവിധാനം തങ്ങൾക്ക് വേണ്ടി ഒരുക്കാനുള്ള ആയുധപരമായ ശക്തി ദുർബലപ്പെട്ട രാജ്യമായി മാറുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യയൊക്കെ ഒരുങ്ങിയ ഒരു പ്രതിരോധ ധാരണ രൂപപ്പെട്ടതും അമേരിക്കക്ക് ഈ രീതിയിൽ എങ്ങനെ എത്ര കാലം സഹായിക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് എന്ന നിരൂപകരുടെ വിലയിരുത്തലുകൾ, രാഷ്ട്രീയ വിശകലന വിദഗ്ധരുടെ വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ആയുധശേഷിയിലെ കുറവിൽ ഭയക്കുന്നു. അത് അമേരിക്കയ്ക്ക് ആ മേഖലയിലുള്ള മേധാവിത്വം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള സമ്മർദ്ദം. അഞ്ചാമത്തേത്, ഭൗമരാഷ്ട്രീയത്തിൻ്റെ പ്രത്യാഘാതം. യുദ്ധം അമേരിക്കയേക്കാൾ വലിയ പ്രശ്നമാകുന്നത് മറ്റു രാജ്യങ്ങൾക്കാണ്. ഇറാൻ ആരംഭിച്ച യുദ്ധം ഹോർമുസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂപപ്പെട്ടതോടെ എണ്ണവിലയും ആഗോള സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിക്കും സാഹചര്യം ഒരുക്കി. ഇത് എണ്ണവില ഉയരുമ്പോൾ ഗതാഗത ചെലവ്, ഭക്ഷണം, വ്യവസായം, വിമാനയാത്ര, വൈദ്യുതി, ആഗോള മേഖലയിലെ പല മേഖലകളെയും ബാധിക്കുന്ന വിധത്തിലേക്ക് എത്തുകയാണ്. യൂറോപ്പ് ഇതിനകം അമേരിക്കയുടെ യുദ്ധനയത്തെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള ആഹ്വാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത യൂറോപ്യൻ നേതാക്കൾ വേഗത്തിൽ യുദ്ധവിരാമം അനിവാര്യമാണ് എന്ന നിഗമനം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ഈ പ്രതിസന്ധിയെ റഷ്യയും ചൈനയും തന്ത്രപരമായ അവസരമാക്കി മാറ്റുകയും ചെയ്തു. അത് അമേരിക്കയ്ക്ക് വലിയ പ്രത്യാഘാതമാണ്. മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള അവരുടെ മേധാവിത്വം നഷ്ടപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തകർന്ന സാമ്പത്തിക അവസ്ഥ തിരിച്ചുപിടിക്കുന്നു. ഈ എണ്ണ മേഖലയിലെ പ്രതിസന്ധിയെ സമർത്ഥമായി അവസരമാക്കി മാറ്റിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളെ പിന്തുണക്കുന്നുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. ആദ്യഘട്ടത്തിൽ ഉയർന്ന ചോദ്യം ഇറാൻ എങ്ങനെ കീഴടക്കും അമേരിക്ക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയർന്ന ചോദ്യം ഇരുപക്ഷത്തിനും അംഗീകരിക്കാവുന്ന ഒരു സമാധാന സാഹചര്യം എന്താണ്, അമേരിക്ക എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നതാണ്. ട്രംപിന് മുന്നിലുള്ള ഏറ്റവും യാഥാർത്ഥ്യബോധ്യമുള്ള വഴി രണ്ടെണ്ണമാണ്. ഒന്ന്, യുദ്ധം തുടരുക. അതിൻ്റെ അർത്ഥം കൂടുതൽ സൈനിക ചെലവ്, ആയുധനഷ്ടം, മറ്റ് രാജ്യങ്ങൾക്കിടയിലെ വിലയിടിവ്, ഒപ്പം ആഭ്യന്തര രാഷ്ട്രീയത്തിലെ തിരിച്ചടി. രണ്ടാമത്തേത്, സമാധാന ചർച്ചയ്ക്ക് രാഷ്ട്രീയമായി ഒരു നയതന്ത്ര വഴി രൂപപ്പെടുത്തുക, അങ്ങനെ പ്രായോഗികമായി യുദ്ധം അവസാനിപ്പിക്കുക. ഇതാണ് ട്രംപിന് രാഷ്ട്രീയ നേട്ടത്തിനുള്ള സാധ്യതയും ഉള്ളത്. കാരണം അമേരിക്ക ഇറാനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവന്നു. ഇനി സൈനികരെ അനന്തമായ യുദ്ധത്തിൽ നിർത്താതെ നയതന്ത്രത്തിലൂടെ ലക്ഷ്യം നേടുന്നു. അങ്ങനെയെങ്കിൽ ആഭ്യന്തരമായും അദ്ദേഹത്തിന് പരാജയം നേരിട്ടു എന്ന ബോധം അല്ലെങ്കിൽ അങ്ങനെയുള്ള തിരിച്ചടി നേരിടേണ്ടി വരില്ല. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവാണ് യഥാർത്ഥ ശക്തി എന്ന സന്ദേശം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യാം. ഇനി അവസാനമായിട്ട് ഒരു ബോംബല്ല, ഒരു സമാധാന ചർച്ച
ചർച്ചയാണ് വേണ്ടത് എന്നുള്ള നിലപാടിലേക്ക് അമേരിക്ക ഇറാനെ കൊണ്ടുവന്നു എന്നുള്ള ആഖ്യാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ഇതേ സമയം ഇറാന്റെ സാഹചര്യവും പരമപ്രധാനമാണ്. ഇറാനും യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക ദീർഘകാല ഭാവിക്ക് തന്നെ തിരിച്ചടിയാകുന്ന ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആയുധത്തിൻ്റെ കാര്യത്തിൽ ഇനി കരുത്ത് തിരിച്ചുപിടിച്ചു, പ്രതിരോധ ശക്തിയുണ്ട് എന്നതൊക്കെ വസ്തുതയാണെങ്കിലും ആഭ്യന്തരമായി ഇറാൻ വലിയ തകർച്ചയിലാണ്. യുദ്ധത്തിലെ അനിശ്ചിതത്വം ഇറാനെ സാമ്പത്തിക തകർച്ചയിലേക്കും സാമൂഹിക അശാന്തിയിലേക്കും നയിച്ചേക്കാം എന്നാണ് 2015 ആണവ കരാർ ചർച്ചകളിൽ പങ്കെടുത്ത വിദേശകാര്യ മന്ത്രിയായിരുന്ന മുഹമ്മദ് ജവാദ് ഷെരീഫ് അടുത്തിടെ എഴുതിയ ഒരു ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. അത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നുണ്ട്. ആഭ്യന്തര രാഷ്ട്രീയത്തിനപ്പുറത്ത് മാനുഷികമായി അവിടുത്തെ പൗരർ അനുഭവിക്കുന്ന പ്രതിസന്ധി. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ പ്രകാരം ഇറാൻ ഉടൻ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ സാമ്പത്തിക വീണ്ടെടുപ്പ് വലിയ ബുദ്ധിമുട്ടാകും. അതോടൊപ്പം രാജ്യത്തിനകത്ത് വീണ്ടും വലിയ പ്രതിഷേധങ്ങളോ സാമൂഹികമായ അശാന്തിയോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അമേരിക്കൻ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും ഭാവിയിൽ ഏത് മട്ടിലേക്കാണ് ഇത് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ പ്രതിസന്ധിയായി മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ ഇറാനിൽ ഐക്യമുണ്ട്. അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായി അവർ രൂപപ്പെടുത്തിയ ഒരു പ്രതിരോധ ആത്മാഭിമാനത്തിൻ്റെ സാഹചര്യമൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയും പൗരർ, ഇറാൻ ജനത അസ്വസ്ഥത രൂപപ്പെടുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ആഭ്യന്തരമായി ഇറാൻ ഭരണകൂടത്തിന് ഗുണം ചെയ്യില്ല എന്നാണ്. അതുകൊണ്ട് യുദ്ധം നീണ്ടു നിൽക്കുന്ന ഓരോ ദിവസവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിലെയും ആഭ്യന്തര സ്ഥിരതയിലെയും സമ്മർദ്ദം വർദ്ധിക്കും. യുദ്ധം തുടരുന്നതിനേക്കാൾ ഇരുപക്ഷത്തിനും ഒരു നയതന്ത്ര ധാരണയിൽ എത്തുന്നതാണ് സുരക്ഷിതമായ വഴി എന്നാണ് ഷെരീഫിന്റെ മുന്നറിയിപ്പിന്റെ കാതൽ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കീഴടങ്ങുക എന്നത് ഇറാന്റെ അജണ്ടയിലില്ല. US എത്തപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി അവർ തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് ഈ അവസരം ഇറാൻ അനുകൂലമാക്കുക എന്നതാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നിലപാട്. അത് സംബന്ധിച്ച കഴിഞ്ഞ ദിവസം അബ്ബാസ് അരാക്ചിയുടെ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അവരുടെ നിലവിലെ മുന്നോട്ട് പോക്ക്, സമാധാന ശ്രമങ്ങളോടുള്ള അവരുടെ നിലപാട്, ഹോർമസുമായി ബന്ധപ്പെട്ട നിലപാട്, ഇതെല്ലാം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ എന്തിനു വേണ്ടി നിലകൊണ്ടുവോ അതിനനുസരിച്ചുള്ള റിസൾട്ടിനായി പൊരുതും, സമ്മർദ്ദമാർഗം തേടും. ഇതാണ് ഇറാനെ സംബന്ധിച്ച് മുന്നിലുള്ള വഴി. പുതിയ സാഹചര്യത്തിൽ US-ന് യുദ്ധം തുടരുക എന്നത് അസാധ്യമായി നിൽക്കുമ്പോൾ ഇറാന്റെ ലക്ഷ്യം അകലെയല്ല എന്ന നിഗമനത്തിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകരും എത്തിച്ചേരുന്നത്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.